ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഡിഗ്രി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡിഗ്രി എന്നുള്ള വാക്ക് കേൾക്കുമെങ്കിലും എന്താണ് ഡിഗ്രി? ഡിഗ്രിയും ഡിഗ്രിയും ഉണ്ടല്ലോ. അപ്പോൾ ഡിഗ്രി എന്താണ്? DECREE. ഓക്കെ, ഫോർമൽ ഓർഡർ ഓഫ് ദ കോർട്ടിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയാം. അതായത് കോടതിയിൽ നിന്ന് വരുന്ന ഒരു വിധിയാണ് ഡിഗ്രി. അതിലെന്തായിരിക്കും ഉണ്ടാവുക? ആ കേസിലെ പാർട്ടീസ് ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ ഡിഗ്രി പോലെ തന്നെ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് ജഡ്ജ്മെൻ്റ് എന്ന്. അപ്പോൾ എന്താണ് ഡിഗ്രി എന്ന് പറയുമ്പം സ്പെഷ്യലായിട്ടുള്ളത്? യൂഷ്വലായിട്ട് ഈ മോണിറ്ററി വാല്യൂസ് ഒന്നും, അതായത് ക്യാഷിൻ്റെ ഒരു ഇതൊന്നും ഇല്ലാത്തൊരു കേസിലായിരിക്കും നമുക്ക് ഡിഗ്രി വരിക. അതായത് ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്ത കേസസ്, അതായത് ഡൈവോഴ്സ് കേസ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസിൻ്റെ കേസ്, അതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ആണ് അതിൻ്റെ ഒരു ഫൈനൽ ഇതായിട്ട് വരിക. അപ്പോൾ ഡിഗ്രി തന്നെ ഇപ്പം ഒരു കേസ് കൊടുക്കുമ്പം അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ കുറച്ച് കാര്യങ്ങൾക്ക് വിധി വരുവാണെങ്കിൽ അതിന് പ്രിലിമിനറി ഡിഗ്രി എന്നാണ് പറയുക. പക്ഷേ എല്ലാ കാര്യങ്ങളും കേട്ട് അതിനുള്ള ഒരു വിധിയാണ് വരുന്നതെങ്കിൽ അതിന് ഫൈനൽ ഡിഗ്രി എന്ന് പറയും. അപ്പോൾ ഒരു ഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലെ ലോ ആൻഡ് ഓർഡർ വർക്ക് ചെയ്യുന്നതെന്നും ജസ്റ്റിസ് എങ്ങനെയാണ് സെർവ് ചെയ്തതെന്നും നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഡിഗ്രി.